നമസ്കാരം. ഇന്നത്തെ വണ്ടിക്ക് ആക്ച്വലി ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് വേൾഡ് വാറിൽ ഓൾ പർപ്പസ് വെഹിക്കിളായി തുടങ്ങി, പിന്നെ സിവിലിയൻ ജീപ്പായി നാട്ടുകാരിലേക്ക് എത്തി, അത് കഴിഞ്ഞ് അതൊരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറി, ദ ജീപ്പ്. This Jeep, which is a culture in itself, the original US brand, we are talking about the Jeep Wrangler Unlimited. നമുക്ക് ഓഫ് റോഡ് ഒന്ന് ട്രൈ ചെയ്യാം. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഓഫ് റോഡ്. ജീപ്പ് റാംഗ്ലർ ഓഫ് റോഡിന് ബിൽഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് വെഹിക്കിൾ ഇസ് ട്രെയിൽ റേറ്റഡ്, അതായത് ഇറ്റ് ഹാസ് പാസ്ഡ് എ സീരീസ് ഓഫ് 5 ടഫ് ടെസ്റ്റ്. 5 കാറ്റഗറിയിൽ ഇത് ട്രെയിൽ റേറ്റഡ് ആണെന്ന് സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ട്: ട്രാക്ഷൻ, വാട്ടർ ഫോർഡിങ്, മാനുവറബിലിറ്റി, ആർട്ടിക്കുലേഷൻ ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ട്രാക്ഷൻ ഇസ് ഓബ്വിയസ്ലി ദ ഗ്രിപ്പ് ഫോർ ഡിഫറെൻറ്റ് ടെറൈൻസ് ദാറ്റ് ഇസ് ദെയർ. വാട്ടർ ഫോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണക്ഷൻസും ബോഡി ഓപ്പണിങ്സും സീലായിട്ട് എയർ ഇൻടേക്ക് ഹയർ പൊസിഷനിങ് വെച്ചിട്ട് എത്രത്തോളം നല്ലപോലെ വെള്ളത്തിലൂടെ പാസ് ചെയ്തു പോകാം എന്നുള്ളതാണ് വാട്ടർ ഫോർഡിങ്ങിൻ്റെ കപ്പാസിറ്റി. മാനുവറബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പ്രിസിഷനും ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസും എന്നുള്ളതാണ്. അതായത് ഒബ്സ്റ്റക്കിൾസിനെ നല്ലോണം പെട്ടെന്ന് ഡോഡ്ജ് ചെയ്യാനുള്ളതും, പിന്നെ ചെറിയ ഗ്യാപ്പ് ആണെങ്കിലും നല്ലോണം നാവിഗേറ്റ് ചെയ്യാനും പറ്റുന്ന പോലെയുള്ള ഇതിൻ്റെ കേപ്പബിലിറ്റിയാണ് മാനുവറബിലിറ്റി. പിന്നെ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് റഫസ്റ്റ് ടെറൈനിലും നമുക്ക് നല്ലപോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷൻ ഫ്ലെക്സിബിലിറ്റിക്കാണ് പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വെഹിക്കിളിൻ്റെ 215 mm ആണ്. സോ ദാറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് a lot for Indian roads and even for off-roading. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല ഓഫ് റോഡ് വെഹിക്കിളായി സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഗിയറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ 4 വീൽ സെലക്ടർ ലിവർ ഉണ്ട് ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 2H ഇസ് നോർമൽ 2 വീൽ ഡ്രൈവ്. പിന്നെ ഉള്ളത് 4H ആണ്. 4H ഇസ് 4 വീൽ ഡ്രൈവ് ഫോർ ഹയർ ട്രാക്ഷൻ, ഹയർ സ്പീഡ്. പിന്നെ 4 ലോ എന്ന് പറയുന്നത് 4 വീൽ ഡ്രൈവ് അറ്റ് ലോ റേഷ്യോ. ഇത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്ത് ന്യൂട്രലാക്കി 4Lലേക്ക് ഇടണം. പക്ഷേ 2H to 4H ഡ്രൈവിങ്ങിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 4L എന്ന് പറയുമ്പോൾ മാക്സിമം ട്രാക്ഷൻ ആണ് ലോ സ്പീഡിൽ കിട്ടുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഈ വണ്ടിക്ക് ഉള്ളത് ഓൾ ടെറൈൻ ടയേഴ്സാണ്. പക്ഷേ ഈ വണ്ടി സ്ലഷി സർഫസിലാണെങ്കിലും ഈ സെയിം ടയേഴ്സ് വെച്ചിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റി. അപ്പം ആ സമയത്ത് മാനുവലിൽ സെക്കൻഡിൽ 4 ലോ ഇട്ട് പോകേണ്ടതേ വേണ്ടി വന്നുള്ളൂ. മാനുവൽ M1ലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നും വന്നില്ല. അത്രയൊന്നും സിറ്റുവേഷനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തത്. പക്ഷേ ഹിൽ ഡിസൈൻ കൺട്രോൾ ഇസ് എ വെരി ഗുഡ് ഫീച്ചർ ദാറ്റ് ദിസ് വെഹിക്കിൾ ഹാസ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇറക്കമാണെങ്കിലും ദ വെഹിക്കിൾ വുഡ് ആക്ച്വലി ബ്രേക്ക് ഇറ്റ് സെൽഫ് ആൻഡ് ആ ഇറക്കങ്ങൾ ഇറങ്ങാൻ ആക്ച്വലി സഹായിക്കും. അപ്പോൾ നമ്മൾ പവർ വെച്ച് മുകളിലോട്ട് കയറി ഹിൽ ഡിസെൻറ്റ് വെച്ച് ഇറക്കം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യും. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഏത് സ്ഥലത്തും ഈ വണ്ടി പോകും. ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് 41.8 ഡിഗ്രി ആണ്. ഡിപ്പാച്ചർ ആംഗിൾ അഗൈൻ 36.1, ബ്രേക്ക് ഓവർ ആംഗിൾ ഓഫ് 21 ഡിഗ്രി. ഇതിൻ്റെ അർത്ഥം അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള സർഫസും ഇതിന് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Four-wheel drive is where Wrangler feels at home. ഇത് ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇറ്റ് വുഡ് ബി എഫേർട്ട്ലെസ്. ഒരു സെക്കൻഡ് തോട്ട് പോലും ഇല്ലാതെ നമുക്കിങ്ങനെ ഓടിച്ചു പോകാം.
ജനറേഷൻ കഴിഞ്ഞിട്ടും ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ജീപ്പിൻ്റെ 7 സ്ലോട്ട് ഗ്രിൽ. ഇപ്രാവശ്യം അവർ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് എയറോഡൈനമിക്കലി ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. സോ യു ക്യാൻ സി ഇത് ഫ്ലാറ്റ് അല്ല, ഇതിന് ചെറിയൊരു ബൾജ് ഉണ്ട് ഇവിടെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJ5നോട് സിമിലർ ആയിട്ടുള്ള LED ഹെഡ് ലാംപ്സ് ആണ്. LED ഒബ്വിയസ്ലി ഈസ് എ ന്യൂ ജനറേഷൻ തിങ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പിലത്തെ ബമ്പർ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ അതിൽ ഫോഗ് ലാംപ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫെൻഡർ ലൈറ്റാണ് ഇതിൻ്റെ ഡേ ഡ്രൈവിംഗ് ലൈറ്റ്സ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഇൻഡിക്കേറ്ററും കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേഷൻ ആണ്. ഫെൻഡറിൻ്റെ മുകളിലുള്ള വെന്റിലേഷൻ ഇത് ഇവിടെയുണ്ട്. വെന്റിലേഷൻ ഇതിൻ്റെ ബോണറ്റിൻ്റെ മുകളിലായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു സോഫ്റ്റ് പാഡിങ് കാണാം. ഈ ബുഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിൻഷീൽഡ് ഇത് ഫുള്ളായിട്ട് താഴോട്ട് ഇങ്ങനെ താത്താൻ പറ്റും. അപ്പോൾ താത്തി കഴിയുമ്പോഴത്തേക്കും അത് വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാഡിങ് ആണത്. ജീപ്പിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ലാസ്പ്. അതിങ്ങനെ നമുക്ക് ഈസിലി ബോണറ്റ് തുറക്കാൻ പോകുന്ന പോലെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജീപ്പിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ക്ലാസിക് ബോക്സി ഡിസൈൻ കാണാൻ പറ്റും. ഇതിൻ്റെ എക്സ്പോസ്ഡ് ഹിഞ്ചസ് ഇസ് ഓൾസോ അനദർ ക്ലാസിക്കൽ തിങ് ദാറ്റ് ദ ജീപ്പ് ഹാസ്. പിന്നെ നമ്മൾ റിയർ വ്യൂ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ലാർജ്, നല്ല വിസിബിലിറ്റി കിട്ടും. ഇൻഡിക്കേറ്റർ അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഫ്യൂവൽ ടാങ്ക് കുറച്ചുകൂടി റഗ്ഗഡ് യൂസിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കബിൾ ആയിട്ടുള്ള ഒരു ലിഡാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പ് പോർഷൻ റിമൂവബിൾ ആണ്. അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറായിട്ട് ഇത് ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ടയേഴ്സ് എന്ന് പറയുന്നത് ഡോമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് സൈഡിൽ കാണാം. 18-inch വീൽസ് ആണ്, 255/70 ടയേഴ്സ്. അപ്പം ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിങ് ഇവിടെ ഫെൻഡറിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിതിൻ്റെ ബാക്കിൽ നോക്കുമ്പം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഈ മൗണ്ട് ചെയ്തിരിക്കുന്ന ടയർ തന്നെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നടുക്കായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയർ വ്യൂ ക്യാമറയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ഇസ് അഡ്ജസ്റ്റബിൾ. അപ്പം ഈ ടയറിന് വിട്ട് കൂടുകയാണെങ്കിൽ ഈ ടോപ്പ് ലൈറ്റ് മുകളിലേക്ക് പൊന്തിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് നോക്കുകയാണെങ്കിൽ വെരി ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ ആക്ച്വലി. ഇത് ഇങ്ങനെ സാധാരണ ബോഡിയോട് മൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നോർമലി കാണുന്നത്. അതല്ലാതെ ഇത് വേറെ തന്നെ ഫൈബറിൽ വേറെ തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വെരി നൈസ് ഫീച്ചർ. സോ ഇഫ് യു ഓപ്പൺ ദ ബൂട്ട് സ്പേസ്, ഇങ്ങനെ ഡോർ ഇതിങ്ങനെയാണ് തുറക്കുന്നത്. ഇതിൻ്റെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഗ്ലാസ് നമുക്കിങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ ദർ ഇസ് ആംപിൾ ബൂട്ട് സ്പേസ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു എക്സ്ട്രാ സെഗ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ഡോർ ഹിഞ്ചസ് ഒക്കെ പിടിക്കാനുള്ള ടൂൾ കിറ്റ് അതിൻ്റെ താഴെ വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൻ്റെ താഴെയായിട്ടുണ്ട്. ഈ ഡോർ ഹിഞ്ചസിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോർസ് ഡിസ്മാൻറ്റബിൾ ആണ് ഇതിൻ്റെ എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പം അത് ഡിസ്മാൻറ്റിൽ ചെയ്യുമ്പം അതിൻ്റെ ഹിഞ്ചസ് അഴിച്ചിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അതിൻ്റെ താഴെയുള്ള ടൂൾ കിറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിസ്മാൻറ്റിൽ ചെയ്യുന്നത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ ജീപ്പിൻ്റെ ട്രെയിൽ റെഡി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അതായത് നമ്മളിപ്പം ഓഫ് റോഡ് പോയി ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പം യു ക്യാൻ യൂസ് ദിസ് ആസ് എ സ്റ്റാൻഡ്. ഇവിടെയും ഇവിടെയും അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ യു ക്യാൻ സീ ആൽപൈൻ്റെ ഇവിടെ സ്പീക്കർ പുറകിൽ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് 12 volt DC ചാർജർ ഓപ്ഷനും പുറകിലായിട്ട് വന്നിട്ടുണ്ട്. സോ വി ആർ ക്ലോസിങ് ദിസ്. ആദ്യം ഇത് അടച്ചിട്ട് വേണം ഡോർ അടയ്ക്കാൻ. ജീപ്പ് ആസ് എ കമ്പനി ചെയ്യുന്ന ഒരു ഫൺ ഐറ്റം ആണ് ഈസ്റ്റർ എഗ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ വണ്ടിയിൽ അവിടെ ഇവിടെ ആയിട്ട് ജീപ്പ് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈസ്റ്റർ എഗ് ഹണ്ടിങ് ചെയ്യുന്നത് പോലെ അതിങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം എനിക്ക് വളരെയധികം സാധനങ്ങൾ ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ റാംഗ്ലറിൽ. ഞാൻ കണ്ട 2-3 സാധനങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അലോയ് വീലിൻ്റെ മുകളിലുള്ള നമ്മുടെ ജീപ്പിൻ്റെ മറ്റേ പഴയ വില്ലിസിൻ്റെ സൈസിലുള്ള ലോഗോ, സ്ലിപ്പേഴ്സിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു സാധനം ഈ ബോണറ്റിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ളിൽ മാറ്റിൻ്റെ അവിടെയായിട്ട് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഓഫ് മോവാബ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സീറ്റിലേക്ക് വരുമ്പോൾ
സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രോണിക്സ് ഒന്നും തന്നെയില്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ടു ദ ഡ്രൈവറാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എല്ലാം തന്നെ മാനുവലാണ്, ഇലക്ട്രോണിക്കലി എനേബിൾ ആവുന്ന സാധനങ്ങൾ വളരെ കുറവാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിവിടെ ഒരു നോബും പിന്നെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലിവറാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദി ഇൻറ്റീരിയേഴ്സ്, ഇറ്റ്സ് ബ്രിമ്മിങ് വിത്ത് ക്വാളിറ്റി. ആ ഒരു പ്രീമിയംനെസ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. രണ്ട് സ്ക്രീനാണുള്ളത്. ഒന്ന് 8.2 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് നടുക്കായിട്ട് ഒരു ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സെൻട്രൽ ഡിസ്പ്ലേയുടെ ഓപ്ഷൻ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് പേജസ് എന്ന് പറയുന്നതാണ്. അതിൽ ഓഫ് റോഡ് ഡീറ്റെയിൽസ് കാണാം, അതായത് ഡ്രൈവ് ടെറൈന്, അതിനനുസരിച്ചുള്ള സ്റ്റിയറിംഗ് ആംഗിൾ എന്തൊക്കെയാണ്. പിന്നെ ആക്സസറി ഗേജസിൽ നമുക്ക് കൂളൻ ടെമ്പറേച്ചർ, ഓയിൽ പ്രഷറൊക്കെ സാധനങ്ങളൊക്കെ കാണാം. പിന്നെ പിച്ച് ആൻഡ് റോൾ, റിയർ വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ നമ്മുടെ സെൻട്രൽ ഡിസ്പ്ലേയിലുണ്ട്. ഇതുണ്ടോ, യു ക്യാൻ ഡിം യുവർ മിറർ ലൈക്ക് ദിസ്, മിറർ ഡിമ്മർ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഹിൽ ഡിസൈൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഡോറ് ഡിസ്മാൻറ്റബിൾ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഗിയർ ലിവർ ഇതാണ്, മെയിൻ ഗിയർ ലിവർ ഇവിടെയാണ്. അതിൻ്റെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയേഴ്സ് ഇവിടെ കാണാം, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവും പിന്നെ മാനുവൽ മോഡും. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഓഫ് റോഡിൻ്റെ സെക്കൻഡറി ഗിയർ ഉണ്ട്, പിന്നെ ഗ്രാനി ഗിയർ എന്നും പറയും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മറ്റേ AC സ്ലോട്ട്സ്, പിന്നെ ഇവിടെ മീഡിയ എന്ന് പറഞ്ഞിട്ട് USB സാധനങ്ങളും ഇങ്ങനത്തെ സാധനത്തിനൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു യൂട്ടിലിറ്റേറിയൻ ഫംഗ്ഷനാണ്. അതായത് ഓഫ് റോഡ് ചെയ്യുമ്പം ചെളി, വെള്ളം സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ലെതർ ടച്ചുള്ള ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വാഷബിൾ ആണ്. കാരണം ഓഫ് റോഡ് കഴിഞ്ഞ് ഫുള്ള് ചെളിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ക്ലീൻ ദ ഇൻറ്റീരിയേഴ്സ് ക്വൈറ്റ് നൈസ്ലി. പിന്നെ ഗ്ലവ് ബോക്സിന് ലോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആംറെസ്റ്റ് നമുക്കിവിടെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആംറെസ്റ്റ് ഇങ്ങനെ നമുക്ക് 2 ലെവലായിട്ട് തുറക്കാം. ഒന്ന് ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാം, പിന്നെ ഇങ്ങനെ തുറന്ന് ഇവിടെ കൂടുതലായിട്ട് വെക്കാം. ഇതിൻ്റെ അകത്ത് ഒരു USB സ്ലോട്ടും ഉണ്ട്. You can see the speakers here. ആൽപൈൻ്റെ 6 സ്പീക്കർ സ്പേസ് സിസ്റ്റമാണ് ഇതിനുള്ളത്. അപ്പോൾ ദിസ് ഈസ് സംതിങ് യു ഓൺലി സീ ഇൻ ഓഫ് റോഡ് വെഹിക്കിൾസ്. ഇതിന് റോൾ ഗേജ് എന്നാണ് പറയുക. അതായത് ഇൻ കേസ് ഈ വണ്ടി മറിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്ക് ഒരു പ്രോബ്ലം വരാതെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ് ഇത് ആക്ച്വലി ഉള്ളത്. അപ്പം ഇതിങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ചുറ്റോട് ചുറ്റും ഇത് കാണാം. അപ്പം ഇതിൻ്റെ കേസിൽ ഇവിടെ നടുക്കുള്ള റോൾ ഗേജിൻ്റെ ബാറിൻ്റെ മുകളിലായിട്ടാണ് സ്പീക്കേഴ്സും മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓൾസോ ഇറ്റ്സ് നോട്ട് ഓൺ ദ ഡോർ പാഡ്സ്, കാരണം ഡോർ ഇസ് ഓൾസോ ഡിറ്റാച്ചബിൾ. നമ്മൾ ഈ ബാക്ക് സീറ്റിലേക്ക് വന്നിരിക്കുമ്പം ഇറ്റ്സ് ക്വൈറ്റ് സ്പേഷ്യസ് ഫോർ എൻ ഓഫ് റോഡർ. വളരെ നല്ല ലെഗ് സ്പേസും നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാനുള്ള സീറ്റിങ്ങുമാണ്. ലെതർ സീറ്റ്സ് ആണ് ബാക്കിലുള്ളത്, വെരി നൈസ്ലി ഡൺ. പിന്നെ നമ്മളിവിടെ നോക്കുമ്പം ഇതിൻ്റെ താഴെയായിട്ട് 4 USB സ്ലോട്ട്സ് ഉണ്ട്. സോ ഇൻ ഓൾ 5 USB സ്ലോട്ട്സ് ഉണ്ട് ഈ വണ്ടിയിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 230 വോൾട്ട് നമ്മുടെ ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട്. വെരി നൈസ് ഫീച്ചർ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സ് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ഈ ഹെഡ് റെസ്റ്റ് മാത്രമായിട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, ഇത് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഓൾ ഇൻ ഓൾ ഈ ഒരു ബ്ലാക്ക് സീറ്റ് വിത്ത് വൈറ്റ് സ്റ്റിച്ചിങ്, ആ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ഇതിനൊരു അപ്പ് മാർക്കറ്റ് ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ജസ്റ്റിഫയബിൾ ഫോർ ഇറ്റ്സ് പ്രൈസ് റേഞ്ച്. നമുക്കിതിൻ്റെ ഹാർഡ് ടോപ്പ് ഊരാൻ പറ്റും. അപ്പം ഇവിടെ ഇങ്ങനെ 4 ലോക്ക് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇതാവുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് തുറക്കാം.
അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിലത്തെ 2 ബോൾട്ടും പിന്നെ ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതായത് ഡിഫോഗറിൻ്റെയും റിയർ വിൻഡോ വാഷറിൻ്റെയും ഇലക്ട്രോണിക്സ് ജസ്റ്റ് ഇവിടുന്നും ജസ്റ്റ് അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള ഹാർഡ് ടോപ്പും കൂടെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലോർ ലിഡിൻ്റെ താഴെയായിട്ട് നമ്മുടെ ടൂൾ കിറ്റും പിന്നെ ഡോർ ഹിഞ്ചസും റൂഫിൻ്റെ ഹിഞ്ചസും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് പോയിട്ട് ഡോറ് തുറന്ന് കാണിക്കുകയാണ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇറ്റ്സ് വെരി ഈസി ടു ഡു ആൻഡ് വിൽ ഡു. അപ്പോൾ നമ്മുടെ ടൂൾ കിറ്റിലുള്ള റാച്ചറ്റിൽ നമ്മൾ ഫ്ലവർ കീ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ബോൾട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇവിടെയുള്ള ഈ ഇലക്ട്രിക്കൽ കണക്ഷനും കൂടെ റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിനിവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഡോർ തുറക്കാൻ പറ്റും. കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ചെറിയൊരു അസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോസും ഹാർഡ് ടോപ്പും ഡിസ്മാൻറ്റിൽ ചെയ്യാനുള്ള ടൂൾ കിറ്റ് ജീപ്പിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ റാച്ചറ്റും ഇതിൻ്റെ കീസും ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് പിക്ചർ ഡയഗ്രാം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട് ആക്ച്വലി. ഏതൊക്കെ റാച്ചറ്റാണ്, എന്തൊക്കെ കീ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ സാധനം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെയുള്ളത്. ഇതുണ്ടോ. പിന്നെ ഡോറിൻ്റെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. മുമ്പിലത്തെ വൈപ്പറിൻ്റെ നമ്മുടെ വിൻഷീൽഡ് താക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. ഡോറിൻ്റെ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് വിത്ത് ദ വിൻഡ് ഇൻ മൈ ഹെയർ വിൽ ടേക്ക് ദ റാംഗ്ലർ ഔട്ട് ഫോർ എ സ്പിൻ. Since the Jeep Wrangler is a lifestyle product, ഇതിൻ്റെ റോഡിലെ പെർഫോമൻസ് is as important as its off-road performance. So when we are driving, നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ this is a lighter vehicle compared to its earlier counterparts. അതുകൊണ്ട് തന്നെ it's much more smoother on the road. അപ്പം this has a 2-liter turbocharged engine, 4-cylinder petrol ആണ്. അപ്പം ഇതിൻ്റെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് 400 Nm ആണ്. And the horsepower that it produces is 268. അപ്പോൾ ഈ പീക്ക് ടോർക്ക് 3000 RPM തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, വിച്ച് ആക്ച്വലി മീൻസ് ദാറ്റ് ദിസ് ഹയർ ടോർക്ക് ഗിവ്സ് ഗുഡ് പെർഫോമൻസ് ഓൺ ദ റോഡ്. അതേസമയം ഓഫ് റോഡ് ചെയ്യുമ്പം എഞ്ചിനിലധികം സ്ട്രെയിൻ വരാത്ത പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക്കിന്റെ ട്രാൻസ്മിഷനും വളരെ സ്മൂത്ത് ആണ്. സോ വെൻ ഐ എം ഫ്ലോറിംഗ് ദ പെഡൽ, that you can see that the vehicle just takes off. ഇത്രയും ക്വിക്ക് റെസ്പോൺസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് വെരി സ്മൂത്ത്. ഇറ്റ്സ് ആക്ച്വലി വെരി ഡ്രമാറ്റിക് ഓൾ ടുഗെദർ. ഭയങ്കര നല്ലൊരു ഫീൽ തരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഹയർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 215 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ഡിവൈഡറും സ്പീഡ് ബംപ്സും ഒന്നും ആക്ച്വലി ഇതിന് പ്രശ്നമേ അല്ല. കുഴികൾ പോലും ഇതിന്റെ ആ ഒരു ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല വലിയ കാര്യമായിട്ട്. നമ്മൾ റോഡിലൂടെ ഓടിക്കുമ്പം ദ റോഡ്സ് ദാറ്റ് ഹാവ് ഡ്രിവൺ ആർ വെരി സ്മൂത്ത്. സോ ആക്ച്വലി ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് റൈഡ് ഓൾ ടുഗെദർ.
CBU മോഡലാണ്, അതായത് ഇറ്റ് സ്റ്റിൽ മെയ്ഡ് ഇൻ USA. അത് ഇതിൻ്റെ ഫുൾ യൂണിറ്റ് അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വൈ ദ പ്രൈസ് റേഞ്ച് ഇസ് സോ ഹൈ ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത് ഒഹായോയിലെ പ്ലാന്റിലാണ് ഇപ്പോഴും ബിൽഡ് ചെയ്യുന്നത്. അതായത് ഒറിജിനലി 1941 മുതൽ വില്ലിസ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം പ്ലാന്റിലാണ് ഇപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നൗ ദാറ്റ് യു സീൻ ദ വീഡിയോ, ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം തന്നെ പറഞ്ഞു ഒരു പ്രോപ്പർ ഓഫ് റോഡ് ട്രെയിനിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുള്ളത്. പക്ഷേ ഞാനത് വളരെ ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ദ വെഹിക്കിൾസ് കേപ്പബിലിറ്റി. ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് ഓഫ് റോഡ്, ഈവൺ എ ബിഗിനർ ക്യാൻ ഡു ആൻ ഓഫ് റോഡ്, ആൻഡ് എനിവൺ ആക്ച്വലി എ വുമൺ എ മാൻ എനിവൺ ക്യാൻ ഡു ആൻ ഓഫ് റോഡ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീപ്പ്. സോ ടു റാപ്പ് അപ്പ്, ജീപ്പ് ഹാസ് നൈസ് ഇൻറ്റീരിയേഴ്സ് വിത്ത് എ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്. റോഡിൽ വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫ് റോഡ് പ്രൈസ് 63.94 lakhs ആണെങ്കിലും ബെസ്റ്റ് ഓഫ് റോഡ് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയിട്ട് കാറ്റഗറിയിൽ ഇത് വരും. സോ ഇറ്റ്സ് ഇറസിസ്റ്റബിൾ ഫോർ പീപ്പിൾ ഹു ലവ് ടു ഓഫ് റോഡ് ആൻഡ് ടു ഹാവ് എ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ്. ദിസ് ജീപ്പ് ഹാസ് സോ മച്ച് ക്യാരക്ടർ ആൻഡ് has so much value. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈവിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഓഫ് റോഡ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ അറിയിക്കുക കമൻസിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.